അങ്ങനെ നമ്മുടെ കൽരഥം സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിനുള്ളിലേക്ക് എത്തുകയാണ്. ഇവിടെയെല്ലാം ധാരാളം കൽമണ്ഡപങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തടാകങ്ങൾ, അതായത് അമ്പലത്തിലേക്ക് പൂജകൾക്കായിട്ട് എടുക്കുന്ന വെള്ളത്തിന് വേണ്ടിയുള്ള തടാകങ്ങളാണ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. പുഷ്കുരണി. बाजी में गोल्ड हम्दी നാലേ ഉള്ളൂ നമുക്ക് ആ മുകളിലെത്താൻ പറ്റത്തുള്ളൂ. അത് ഇന്ന് പോകാൻ പറ്റുന്നതിലേക്കാണ് ഞാൻ അത് പോകാമെന്ന് കരുതുന്നത്. ഹലോ, നമസ്കാരം. ജോക്കൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതെല്ലാം പഴയ മാർക്കറ്റ് പ്ലേസുകളാണ്. ധാരാളം മണ്ഡപങ്ങളുള്ള ഒരു പ്രദേശമാണിത്. ഇത് ഏകദേശം റോഡിൽ നിന്നും 1 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലേക്ക് വന്നാലേ ഉള്ളൂ ഈ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, മെയിൻ റോഡിൽ നിന്ന്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹംപിയിലെ തന്നെ ഏറ്റവും പ്രധാനവും ഏറ്റവും കൂടുതൽ കൊത്തുപണികളുമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഒറ്റക്കല്ലിലാണ് ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്തുള്ള ഒരു നിർമ്മിതിയാണ്. വലിയ മെഷീനറികളൊന്നുമില്ലാത്ത കാലത്ത് കൈക്കരുത്ത് കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഇതിനുള്ളിൽ, ധാരാളം മണ്ഡപങ്ങളുണ്ട്, വിശ്രമ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ചന്തകളുണ്ട്, കമാനങ്ങൾ, അവയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കമാനങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ ചെറിയ ഉപക്ഷേത്രങ്ങൾ, അതിൽ ശില്പങ്ങൾ, ഇവയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാലാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുക. അപ്പോഴത്തെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു പ്രവേശന കവാടം കാണുന്നുണ്ട്. ഇത് മുഴുവൻ നരസിംഹത്തിൻ്റെ ഒരു രീതിയിലാണ് ഈ തൂണുകൾ, നരസിംഹം താങ്ങി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ഈ തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാന ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പീലി വിടർത്തിയാടുന്ന മയിലിൻ്റെ രൂപത്തിലുള്ള ശില്പങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നരസിംഹാവതാരമാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്.
അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കേട്ടോ. ഇതിവിടെ മുഴുവൻ നൃത്തങ്ങളുടെ, അന്നത്തെ കാലത്ത് നാട്യകല വലിയ പ്രശസ്തി നേടിയ സമയമായിരിക്കണം. നാട്യകലയുടെ ചില രൂപങ്ങളാണ് കൂടുതലും ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. മേളങ്ങളുണ്ട്. അപ്പോൾ ഈ 16-ാം നൂറ്റാണ്ട് തന്നെ ഈ തുകൽവാദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ ഇതിലെ ചിത്രപ്പണികൾ കാണുന്നത്. ചിത്രപ്പണികളല്ല, കൊത്തുപണികൾ. ഇതൊക്കെ ചെരിഞ്ഞു പോയതൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടുന്ന് ചെറിയ സപ്പോർട്ടുകളൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇവിടെയെല്ലാം പുനരുദ്ധാരണ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപക്ഷേത്രങ്ങളാണ്. ഇത് എന്തൊക്കെ ആരുടെയൊക്കെ പ്രതിഷ്ഠയാണെന്ന് അതിൽ ഒന്നും കാണുന്നില്ല. കാരണം മിക്ക ശില്പങ്ങളും തകർക്കപ്പെട്ട നിലയിലാണ്. കാരണം ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഹംപിയിൽ പല പല രാജാക്കന്മാർ മാറി മാറി ഭരിച്ചതിനാൽ അവർ യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവർ മറ്റൊരു വിഭാഗത്തിൻ്റെ ആണെങ്കിൽ അത് നശിപ്പിച്ച് അവരുടേതാക്കി മാറ്റുകയും അതിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട കല്ലുകൾ ഉപയോഗിച്ച് അവരുടേതായ രീതിയിലുള്ള ഇത് പണിത് കയറ്റുകയും പിന്നീട് അത് തിരിച്ചു പിടിക്കുമ്പോൾ അത് വീണ്ടും നശിപ്പിച്ച് അടുത്ത ആളുകൾ അത് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം ഞാനൊരു കൽമണ്ഡപത്തിനുള്ളിൽ ഇരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടത്തേക്ക് ആവശ്യമുള്ള കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്ത മലകളൊക്കെയാണ് കാണുന്നത്. താഴെ നിന്ന് കല്ലുകൾ പൊട്ടിച്ചെടുക്കുമ്പോൾ മുകളിൽ നിന്ന് വീണ കല്ലുകളാണത്. അതുകൊണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് കല്ലുകൾ വീണ് കിടക്കുന്നത് താഴെ നിന്ന് ഉരുളൻ കല്ലുകൾ കീറി ഇതുപോലെ ആവശ്യങ്ങൾക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലുകൾ താഴോട്ട് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ വീഴുന്ന കല്ലുകളാണ് വീണ്ടും വീണ്ടും പണിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 5 ലക്ഷം ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ ഹംപി എന്നുള്ളത് അന്നത്തെ കാലത്ത്. അതായത് റോമിൽ പോലും ഏകദേശം 2 ലക്ഷത്തിൽ താഴെ ആളുകളാണ് റോമാ നഗരം പണിത് ഉയർത്തുമ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഈ ഹംപി എന്ന ഈ പ്രദേശത്ത് ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ 5 ലക്ഷം പേരോളം താമസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബൃഹത്തായ ഈ വൈവിധ്യമാർന്ന ഈ കൽക്കെട്ടുകളും ഈ തളങ്ങളുമൊക്കെ ഈ ക്ഷേത്രങ്ങളുമൊക്കെ പണിത് കയറ്റിയത്. ഹംപിയിൽ നിന്ന് വരുന്ന വഴിയിൽ നമുക്ക് കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ കാണാൻ പറ്റുന്ന വാഴക്കൃഷിയാണ്. വാഴക്കൃഷിയും കരിമ്പ് കൃഷിയുമാണ് ഈ പ്രദേശങ്ങളിൽ മുഴുവനുള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് ധാരാളം കരിമ്പ് ഫാക്ടറികൾ, പഞ്ചസാര ഫാക്ടറികൾ, ശർക്കര ഫാക്ടറികളൊക്കെ കണ്ടിരുന്നു. അപ്പോഴത്തെ ഈ ഹൈവേയുടെ സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ അങ്ങകലെ ഹംപി മലനിരകൾ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് മുഴുവൻ വാഴക്കൃഷിയും കരിമ്പ് കൃഷിയുമാണ്. ആ പ്രദേശം മുഴുവൻ കരിമ്പ് കൃഷിയും ഇങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ വാഴക്കൃഷിയുമാണ്.
കാണുന്നത്. നമ്മൾ കുറേ കിലോമീറ്ററുകളായിട്ട് ഇങ്ങനെ കരിമ്പ് കൃഷിയും വാഴക്കൃഷിയും എല്ലാം കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നന്നായിട്ട് ഒരു 5 അടി അകലത്തിലാണ് വാഴകൾ കൃഷി ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തെ മെയിൻ വാഴ നിർത്തിയിട്ട് ബാക്കിയുള്ളത് വെട്ടിക്കളയുന്ന ഒരു രീതിയാണ്. അതാണ് ഹംപി മലനിരകൾ. അതൊക്കെയാണ് വലിയ വലിയ ക്ഷേത്രങ്ങൾ. ആ കല്ലുകൾക്കിടയിലാണ്, ആ നേരെ മുൻപിൽ കാണുന്ന ആ വലിയ മലയുടെ മുകളിലാണ് ഹനുമാൻ ടെമ്പിൾ ഉള്ളത്. അതിൻ്റെ മുകളിലാണ് ഹനുമാൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഹനുമാൻ ടെമ്പിളിലോട്ട് മാത്രം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മുടെ യാത്ര അന്ന് അങ്ങോട്ടേക്കുള്ള ബോട്ട് സർവീസ് ഇല്ല, പിന്നെ സമയം കഴിഞ്ഞായിരുന്നു ഇതെല്ലാം കണ്ടു തീർന്നപ്പോൾ. ഇനിയിപ്പോൾ നാളത്തേക്ക് വെയിറ്റ് ചെയ്ത് പോകാമെന്നാണ് കരുതുന്നത്. എങ്കിലും പറ്റുമോ എന്നറിയില്ല. ഇനിയും നമുക്ക് ദൂരങ്ങൾ താണ്ടേണ്ടതുകൊണ്ട് ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പിന്നീട് വരാമെന്ന് കരുതി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളാണ് ഹംപിയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെ ആളുകൾ ഈ അടുത്ത ക്ഷേത്രത്തിൽ വന്ന് തൊഴാനിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ലേക്ക് വളരെ വിശാലമായ ലേക്കാണ്. ഈ പ്രദേശത്തിന് മുഴുവൻ വെള്ളം നൽകുന്ന ഒരു തടാകമാണ്. ഈ വെള്ളമൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് ഇവിടുത്തെ കൃഷിരീതികൾ നടക്കുന്നത്. ഈ ലേക്ക് ഉയർന്നും ആ കൃഷിഭൂമി വളരെ താഴ്ന്നുമാണ്. നമ്മുടെ ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് പ്രദേശമായ കുട്ടനാട്ടിലെ പോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ പ്രദേശം മുഴുവൻ അന്നത്തെ ഹംപി രാജവംശത്തിൻ്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു. ഹംപി മലനിരകളൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ സായങ്കാലത്ത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. 4 മലനിരകളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഹംപി എന്നുള്ളത്. ഏതാണ്ട് ഈ ചുറ്റും മൊത്തം മലനിരകളാണ്. അതിൻ്റെ നടുവിലാണ് ഈ ഹംപി എന്ന ഈ വലിയ പട്ടണം. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ പോവുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സ്നേഹമുള്ളവരാണ് കേട്ടോ. വന്ന് ചോദിച്ചപ്പോഴേ വന്ന് കിടന്നു എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഹംപിയിലോട്ട് വരുന്ന ഒരുപാട് ആളുകൾ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു മാന്യത അവർ കാണിച്ചു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള പമ്പുകാർ, HPയുടെ പമ്പാണേലും ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണേലും കണ്ടുപഠിക്കേണ്ടതാണ്. ഇവിടെ വന്നിട്ട് എനിക്കൊരു പമ്പിൽ പോലും പോയി ചോദിച്ചിട്ട് ആകപ്പാടെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ചോദിച്ചിട്ട് 2-3 പമ്പുകാർ. കാരണം അവർക്ക് സൗകര്യം കുറവിൻ്റെ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ വണ്ടികൾ വരുന്നുണ്ടാകണം. അതുകൊണ്ട് അവർ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ പമ്പുകാരും നമ്മളെ കിടക്കാം എന്ന് ഒരു കുഴപ്പമില്ല പറഞ്ഞത്. ഈ അണ്ണനൊക്കെയാണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ ശരി, നമ്മൾ ഈ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ബാംഗ്ലൂർക്ക് 333 കിലോമീറ്ററാണുള്ളത്, കൃത്യമായിട്ട് 333. അപ്പോൾ അത് ഒരു 4-5 ദിവസം കൊണ്ട് എത്തിച്ചേരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. ഹൈവേയിൽ ഏകദേശം 333 കിലോമീറ്റർ ആദ്യത്തെ തുരങ്കം, കർണാടകത്തിലെ ആദ്യ തുരങ്കം നമ്മൾ കയറാൻ പോവുകയാണ്. വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ കുതിരാൻ ടണലിൻ്റെ അത്ര ഇല്ല, ചെറിയ ടണലാണ്. പക്ഷേ ചവിട്ടി എത്താൻ പറ്റുമെന്നുള്ളതാണ്. നോക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ തുരങ്കത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. തുരങ്കം അടുത്തെത്തിക്കഴിഞ്ഞു. ചിത്രദുർഗ 132 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ തുരങ്കത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സുഖമായിട്ട് ചവിട്ടി പോവാം. ടാറിങ് അല്ല, കോൺക്രീറ്റ് ആണ്. ഇവിടുത്തെ പ്രധാന റോഡുകളെല്ലാം കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
നിവർന്ന് കിടക്കുന്ന ബാംഗ്ലൂർ ഹൈവേ വഴി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെയൊക്കെ ഒരുപാട് ഫാക്ടറികളൊക്കെ കാണാം, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ അത് ഇനി പതിയെ ഉറക്കത്തിലോട്ടായി കേട്ടോ. ഇനി പതിയെ ഉറക്കത്തിലോട്ട് ആവുകയാണ്. അവൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. നല്ല കാറ്റൊക്കെ അടിച്ച് സൂചിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടൊരു 12 കിലോമീറ്റർ ഇങ്ങ് പോന്നു. 12 കിലോമീറ്ററേ പോരാൻ പറ്റുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഹൈവേയിൽ നല്ല ബ്ലോക്കായിരുന്നു. ഹൈവേയിലല്ല, ലോക്കൽ റോഡ് വഴിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 300 കിലോമീറ്ററാണ് ബാംഗ്ലൂർക്കുള്ളത്. അപ്പോൾ ഒരു 50-60 കിലോമീറ്റർ വെച്ച് ഒരു 5 ദിവസം കൊണ്ട് അങ്ങ് എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കർണാടകയുടെ NH-50 നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.